അങ്ങനെ നാട്ടിൽ വന്ന് പനിയായി ഒരു 10-20 ദിവസം അങ്ങനെ പോയി, ഫ്ലൂ പിടിച്ചിട്ട് അഡ്മിറ്റൊക്കെ ആയിരുന്നു. കിംസിൽ നിന്ന് ഇപ്പോൾ അഡ്മിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഇന്ന് അക്കയുടെ കോൺവെക്കേഷനാണ്, ഫെല്ലോഷിപ്പിൻ്റെ. അപ്പോൾ ഇന്ന് ആ പരിപാടിയൊക്കെയാണ്. പിന്നെ നൈറ്റ് അച്ഛൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ ഇന്നത്തെ പരിപാടീസ്. കോൺവെക്കേഷൻ്റെ ആള് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ജസ്റ്റ് ഇറങ്ങി വണ്ടിയിലോട്ട് കയറിയുള്ളൂ. വിയർത്ത് കുളിച്ചൊരു പരുവായി. നാട്ടിലെ വെതർ എന്നൊക്കെ അടിപൊളി. കോൺവെക്കേഷൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മയുടെ മോളുടെ ഇത് എത്രാമത്തെ കോൺവെക്കേഷനാണ്? എന്തെങ്കിലും പറയാനുണ്ടോ അമ്മയ്ക്ക്? വഴക്കാളി അല്ലാത്ത കുഞ്ഞാപ്പി ബാ. ഗെയിംസ് കിട്ടി. Thank you everyone. We now proceed to join them on stage. എല്ലാവരും ഫുഡ് കഴിക്കുന്നു. റൗണ്ട് ടേബിൾ സമയം. അക്കെ എന്ത് തോന്നുന്നു? അക്കയ്ക്ക് ഇടിക്കാൻ തോന്നുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അക്ക കയറിയതാ. അച്ഛൻ എന്താ തോന്നുന്നു? എനിക്ക് വളരെ സന്തോഷമാണ്. മോടെ എല്ലാ കോൺവെക്കേഷനും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു മോനുണ്ട്. ഒരു കോൺവെക്കേഷനും പോയിട്ടില്ല. അല്ല, ഞാൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ പോകാൻ ശ്രമിച്ചപ്പോഴും പല ഒഴിവൊഴിവ് പറഞ്ഞ് മൈൽസ് ആൻഡ് മൈൽസ് അകലെയാണ് മോന്റെ കോൺവെക്കേഷൻസ്. അല്ല, അടുത്തുള്ളപ്പോഴും പോയിട്ടില്ല, കോയമ്പത്തൂരുള്ളപ്പോഴും പോയിട്ടില്ല. അന്നേരം വേറെ ഓരോന്ന് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കി. എന്തും അത് ഉദ്ദേശം ഒഴിവാക്കിയൊരു പിന്നെ പറ. നല്ല ഉദ്ദേശങ്ങൾ മാത്രം. കുഞ്ഞാപ്പൂന് എന്താ പറയാനുള്ളത്? കുഞ്ഞാപ്പൂ എവിടെ പോയി? ഇതെങ്ങനെ ഇങ്ങനെ സുന്ദരിയായി? എല്ലാരും ഇത് ക്യാപ്പ് വെച്ചേക്കുമല്ലേ, ക്യാപ്പൊക്കെ വെച്ച് ഗൗണൊക്കെ ഇട്ട് എല്ലാരും അങ്ങനെ സുന്ദരിയായി. ഇതെങ്ങനെ സുന്ദരിയായി? എനിക്കും സുന്ദരിയാവണം. ഒരു വിധത്തിൽ എടുക്കാൻ പറ്റുന്നില്ല. ഇവളെ മാത്രമേ ഉള്ളൂ ഇച്ചിരിയെങ്കിലും സ്നേഹമുള്ളത്. ഇടി കുഞ്ഞപ്പി, നിന്നെ സ്കൂളിൽ വിടാൻ പോകുന്ന കേട്ടോ. ഇപ്പോ അല്ല, സ്കൂളിൽ വിടാനാണെന്നൊക്കെ കേട്ടു ഞാൻ. ചുമ്മാ ഒന്നുമല്ല. സ്കൂളിൽ ലിനുമാമിനെ വിളിച്ചത് സ്കൂളിൽ നിന്നല്ലേ? ആണ്. അല്ല, ചോദിച്ചു നോക്ക്, ചിന്നമ്മോനോട് ചോദിച്ചു നോക്ക്. ഒരു തീറ്റി കഴിഞ്ഞ് അടുത്ത തീറ്റിയിലേക്ക് പോവുകയാണ്. കുഞ്ഞാപ്പോ മതി. എന്തേലും കിട്ടിയോ? അടി കിട്ടും എന്റെ കയ്യില്. കേട്ടല്ലോ? ചക്കരപ്പൊന്ന് പറഞ്ഞാ കേൾക്കണേ. ഞങ്ങളുടെ സീറ്റ്. തോന്നുന്നല്ലേ? അതാ അമ്മ. പിന്നെ എന്റെ മോഹൻലാൽ തന്നെ പണ്ട് ഞങ്ങളെല്ലാം കൂടെ ഡൽഹിക്ക് പോയായിരുന്നു. ഡൽഹിക്ക് പോയപ്പോൾ ഫ്ലൈറ്റിൽ
ഫ്ലൈറ്റ് എയർ കട്ടറിൽ കയറിയിട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ ഒറ്റയടിക്ക് താന്ന് കഴിഞ്ഞപ്പോഴത്തെ കുഞ്ഞായിക്ക് പിന്നെ ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, ഇനി അത് വേണം, ഇനി എങ്ങനെ വേണമെന്ന്. എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങി വെളിയിൽ വന്നപ്പോൾ ഉണ്ടല്ലേ, സൂട്ടൊക്കെ ഇട്ടായിരുന്നു ആശം വന്ന്. സൂട്ടിനകത്ത് എയർ ഇന്ത്യയുടെ ഇരിക്കുന്നത് സ്പൂണും കട്ടെടുത്തതല്ല, അറിയാതെ കേറിയതാണ്. അത് കഴിഞ്ഞ് അതുകൊണ്ട് പിന്നെ വളർന്നപ്പോൾ എയർ ഇന്ത്യയിൽ ജോലി കിട്ടി. എയർ ഇന്ത്യയിൽ ജോലി കയറി. മോൻ കട്ടെടുത്തോണ്ട് അമ്മ ഓർമ്മയ്ക്കായിട്ട് വെച്ചതാ. 3 വയസ്സേ ഉള്ളു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതിന്റെ പ്രായമാണ്. ജ്യൂസ് പറ. അച്ഛൻ്റെ ഒരു എക്സ്പ്രഷൻ വ്യത്യാസം. എന്നോടാണോ? അതെ. എടാ മാറടാ. To you, happy birthday to you. അയ്യോ കുഞ്ഞാപ്പിക്ക് ഇച്ചിരി കൊടുക്കുവോന്ന്, എനിക്ക് തരുമോന്ന് ഒരു മാന്യൻ. അയ്യോ ഉമ്മ കൊടുക്കണം. അച്ഛന് സ്നേഹമുള്ളവരൊക്കെ കൊടുത്ത്. ഇച്ചിരി മതിയോ? ചോക്ലേറ്റ് ഇഷ്ടം. ഏതാ ആംസ്റ്റർഡാമിലെ എന്താ ഉള്ള അവര് കുഞ്ഞിങ്ങനെ തിരിഞ്ഞിരിക്കുക, മറ്റേ കാർ സീറ്ററല്ലേ. അപ്പം അച്ഛനാ ഡ്രൈവ് ചെയ്യുന്നത്. കുഞ്ഞിപ്പെണ്ണേ എന്ന് വിളിക്കാം. അപ്പൊ അത് ഡാഡാ, അപ്പൊ കുഞ്ഞിപ്പെണ്ണേ, അപ്പൊ ഡാഡാ. ഞാൻ അവിടെ ചെന്നിട്ടായിരുന്നു, ഞാൻ ഒന്ന് എഡിറ്റൊക്കെ ചെയ്തു. ഏത് പട്ടിയാ കടിച്ചത്? ഇത് ഫ്രണ്ടിൽ ഇരിക്കുന്നത് അച്ഛനാ. അതെ. വൈറ്റ് ഷർട്ടിട്ട് എല്ലാരും ഇവിടെ ഞങ്ങളെല്ലാരും വൈറ്റ് ഷർട്ട് ഇട്ടേക്കുന്നത്. വൈറ്റ് അല്ല, വൈറ്റ് ഷർട്ടിട്ട് കഴുത്ത് തൊടലുണ്ട്. അമ്മയ്ക്ക് പാഷൻ, എനിക്ക് പൈനാപ്പിൾ. പിനക്കോളട അതല്ല, ആ കൊക്കോഫിടേക്ക് അത് ഇത്തിരി സ്ട്രോബെറിയും കൂടെ ഉണ്ട്. ഇത് പിനക്കോളട, പൈനാപ്പിളും കോക്കനട്ടും. എങ്ങനെയുണ്ട്? ജാമിന്റെ ടേസ്റ്റ് ആണോടോ? സാധാരണ കോക്കനട്ടിന് ഇതിന്റെ ടെൻഡർ ചെറിയ ടേസ്റ്റ്, ജാമിന്റെയും അങ്ങനത്തെ ഒരു മിക്സ് അല്ലേ. പൈനാപ്പിൾ ജാമല്ലേ ഉദ്ദേശിച്ചത്? പിന്നെ പൈനാപ്പിൾ. അമ്മ എങ്ങനെയുണ്ട് അമ്മ? ഞാൻ കുടിച്ച് നോക്കാം. അവളുടെ നോക്കണോ? ഇത് കൊള്ളാം, ഞാൻ എടുത്തു. എപ്പോഴും ഉള്ളൊരു ടേസ്റ്റ് അല്ലല്ലോ. എന്റെ ഇങ്ങനെ രണ്ടുപേരും കൂടെ ഒരു ജ്യൂസ് പറഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞിട്ട് അക്ക തന്നെ കുടിച്ചു തീർത്ത്. സൗണ്ട് കേട്ടപ്പോഴാ പറൂനെ ഓർത്തത്. അമ്മയ്ക്ക് എന്ത് പരാതി? എല്ലാരും റൂമിൽ കയറി അടച്ചിരിക്കുന്നു. അയ്യോ പാവം. ഇന്ന് അമ്മയുടെ പരാതിയൊക്കെ തീർക്കാം. ഇന്ന് ചെന്നിട്ട് ഫുൾ അമ്മയുടെ ഒക്കെ റൂമില്